പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തുതി ബഹുമാനം അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിനും കരുണയ്ക്കും കൃപയ്ക്കും എല്ലാത്തിനും ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവെ, അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ യാത്രകൾ അങ്ങയുടെ കൃപയുണ്ടായിരുന്നല്ലോ, സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ, കർത്താവെ, എല്ലായിടത്തും അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളുടെ വാഹനങ്ങളെ അങ്ങ് നിയന്ത്രിച്ചല്ലോ, സ്തോത്രം. ആമേൻ. ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും കാവലായി അഗ്നിമതിലായി നിന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കാൽ കല്ലെത്തിട്ട് പോകാതിരിക്കേണ്ടതിന് അങ്ങയുടെ ദൂതന്മാരെ അങ്ങ് കൽപ്പിച്ചാക്കി വെച്ചു. അതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. പാപ്പ, നന്ദിയോടെ സ്തോത്രം. ആമേൻ. അതുപോലെ രാത്രിയിൽ നല്ല ഉറക്കം തന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഉറക്കിയതിന് സ്തോത്രം ചെയ്യുന്നു. സ്വസ്ഥമായി ഉറങ്ങാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ എഴുന്നേറ്റതല്ലപ്പാ, ഞങ്ങളെപ്പോലെ കിടന്നുറങ്ങി അനേകർ എഴുന്നേൽക്കാൻ കഴിയാതെ പോയപ്പോൾ, അനേകർ ഈ ലോകത്തിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പോയപ്പോൾ, കൃപയാൽ ഞങ്ങളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ കൈകളെ ഉയർത്തി പറയുവാനുള്ളത്, അപ്പാ അങ്ങേക്ക് നന്ദി, നന്ദി അപ്പാ, നന്ദി. ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവെ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. മുൻപടയായി പിൻപടയായി അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും അങ്ങ് തീമതിലായി നിൽക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യാത്രകളെ അനുഗ്രഹിക്കണം. പ്രവർത്തന മേഖലകളിലെല്ലാം കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 9 പറയുന്നത് പോലെ, ആമേൻ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും, അങ്ങയുടെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും, അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. 4-ാമത്തെ വാക്യം പറയുന്നു, അങ്ങയുടെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. അതെ, ഇന്ന് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ശരിയാക്കി തരുന്നവൻ, നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവൻ, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു ആ നല്ല കർത്താവിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. ആർക്കും ഒരു തിന്മയും ഇന്ന് വരരുത്, ആർക്കും ഒരു ദോഷം എന്ന് വരരുത്, ഒരു ദുഃഖവാർത്ത ഇന്ന് കേൾക്കരുത്. എല്ലാവരുടെയും ഭവനത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നിറഞ്ഞു കവിയട്ടെ. ഗുഡ് ന്യൂസുകൾ കൊണ്ട് എല്ലാവരും നിറയപ്പെടട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകപ്പാ, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകപ്പാ, ഇവരുടെ ജോലി സ്ഥലങ്ങളെ, ബിസിനസ്സുകളെ, ഇവരുടെ എഡ്യൂക്കേഷനെ ഒക്കെ അനുഗ്രഹിക്കുക. കർത്താവെ, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകൾ കൊണ്ട് തലമുറകളെ കർത്താവെ അങ്ങ് നിറയ്ക്കുന്ന വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ, അങ്ങ് വലിയവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമാകിയ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അതുപോലെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ മൊബിലിറ്റിയെ ബാധിക്കുന്ന, അവരുടെ ചലനത്തെ ബാധിക്കുന്ന, അവരുടെ മുൻപോട്ടുള്ള യാത്രകളെ ബാധിക്കുന്ന, അവരുടെ നന്മയെ ബാധിക്കുന്ന, ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. സൗഖ്യമാകട്ടെ. തളർവാദത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവൻ ബ്രെയിൻ ട്യൂമർ വന്ന് സർജറി ചെയ്തത് മുഖാന്തരം കൈകാലുകൾ തളർന്നു പോയവർ, അവൻ സംസാരശേഷി നഷ്ടപ്പെട്ടവർ, കാഴ്ചശേഷി നഷ്ടപ്പെട്ടവർ, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ ഇരിക്കുന്നവർ ഇന്ന് ഈ പ്രഭാതത്തിൽ കേൾക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ.
അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ അങ്ങനെ വിടുതൽ ഉണ്ടാകണം. ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന്, കർത്താവിൻ്റെ പൂർണ്ണ ആരോഗ്യം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ ബെഡിനകത്ത് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. ആമേൻ. കൈകാലുകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, അവയവങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. നാളെ വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരും കൈകൾ ഉയർത്തി തിരുഹിതം അവിടെ നടക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ. ദൈവഹിതമായ ഒരു ഗവൺമെൻറ് ഭാരതത്തിൽ വരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ നാളെ മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ബുധനാഴ്ച. പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക. ഇന്നലെ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവരോട് കേട്ടോ. അതിൻ്റെ ഓഡിയോ വീണ്ടും കേൾക്കണം. അത് മാത്രമല്ല, അത് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ട് പറയണം, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. നിങ്ങളും പങ്കെടുക്കുന്ന നിങ്ങൾ പറയുമ്പോഴാണ് ആളുകൾ പങ്കെടുക്കുവാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് 3 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ ലേഖനങ്ങൾ 1, 2, 3 ഭാഗങ്ങളായിട്ട്. അപ്പോൾ അതിനകത്ത് 3-ാമത്തെ ലേഖനം, അതിൻ്റെ ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 11-ാമത്തെ വാക്യം. പ്രിയനെ, യോഹന്നാൻ എഴുതുക, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, നന്മയല്ല. ഈ ലോകത്തിൽ തിന്മ നിറഞ്ഞ ലോകമാണ്. തിന്മകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്തിൽ നമ്മൾ അനുകരിക്കരുത്? തിന്മയെ നമ്മൾ ഫോളോ ചെയ്യരുത്. അല്ലെങ്കിൽ തിന്മ കണ്ടിട്ട് അതിൻ്റെ പുറകെ നമ്മൾ നടക്കാൻ പാടില്ല. അല്ലെ, അവരെല്ലാം അങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് ദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ആ ദേശത്ത് എന്തു തന്നെ ആ സിസ്റ്റമെങ്കിലും തിന്മ നമ്മൾ അനുകരിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ജീവിക്കരുത്. ദൈവിക പ്രമാണത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. നന്മ അനുകരിക്കുന്നവരായിരിക്കണം. നല്ലത് മാത്രമേ ചെയ്യാവുള്ളൂ. നന്മ ചെയ്യുന്നവൻ ദൈവത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത്, നന്മ ചെയ്യുന്നവനാണോ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്. ഞാൻ ദൈവത്തിൻ്റെ മകനാ എന്ന് ക്ലെയിം ചെയ്താൽ മാത്രം പോരാ. ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ നിന്നിലൊരു ക്വാളിറ്റി ഉണ്ടാകും, നീ നന്മ മാത്രം ചെയ്യും. കാരണം നമ്മുടെ അപ്പൻ ആരാ? നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്. ആ നന്മ ചെയ്യുന്ന അപ്പയുടെ DNA ആണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ? നന്മ മാത്രമേ വരാൻ പാടുള്ളൂ. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ടൈറ്റസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് പറയുക, നമ്മൾ സൽപ്രവർത്തികളിൽ മുൻപന്മാരായിരിക്കണം. മറ്റൊരാളെ സഹായിക്കുന്നതിൽ നമ്മൾ മുൻകൂട്ടി ഇറങ്ങണം. ആമേൻ. ഒരു നല്ല ശമരിയക്കാരനായി നമ്മൾ ഈ ഭൂമിയിലായിരിക്കണം. ഒരാൾക്കൊരാവശ്യം വന്നാൽ നമ്മളാലാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ദൈവസഭ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് നമ്മൾ മുൻപന്മാരായിരിക്കും. പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി, നമ്മുടെ കുടുംബകാര്യം, നമ്മുടെ ജീവിതകാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. അങ്ങനല്ല കർത്താവ്. നമ്മൾ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരായിരിക്കും. സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നന്മ ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യണം, സൽപ്രവർത്തികൾ ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യണം. ആമേൻ. യേശു കർത്താവിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറയുന്നുള്ളൂ, അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പോൾ കർത്താവ് എന്നാ ചെയ്തുകൊണ്ടിരുന്നത്? നന്മ ചെയ്തുകൊണ്ടിരിക്കുക. യേശുവാ പറഞ്ഞ് ഈ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ നല്ല ശമരിയാക്കാരായിരിക്കണം. നമ്മൾ നല്ല ശമരിയാക്കാരായിരിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ഉണ്ട്. എന്തൊക്കെയുണ്ട്? തിന്മ ചെയ്യുന്ന ഏതു മനുഷ്യനും കഷ്ടവും സങ്കടവും ഉണ്ട്. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും സമാധാനവും ഉണ്ട്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? ദൈവിക തേജസ്സിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ദൈവിക സമാധാനത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. എന്നിട്ട് പറയുക 11-ാമത്തെ വാക്യത്തിൽ പറയുക, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. നീ നന്മ ചെയ്യുന്നവനാണോ, സൽപ്രവൃത്തി ചെയ്യുന്നവനാണോ, നിനക്ക് നന്മയുണ്ടാകും, സമാധാനം ഉണ്ടാകും, ദൈവിക മഹിമയിൽ ജീവിക്കുവാൻ കഴിയും. തിന്മ ചെയ്യുന്നവനാണോ, അവൻ അവിടെ പറയുന്നത് കഷ്ടവും സങ്കടവും ഉണ്ടാകും. അതുകൊണ്ട് ദൈവമക്കളായ ഞാനും നിങ്ങളും നന്മയെ മാത്രമേ
പിന്തുടരാവുള്ളൂ. നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരെന്ന് തെളിയിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിനകത്ത്, അയൽവാസികളോടുള്ള ബന്ധത്തിൽ, ജോലി സ്ഥലത്ത്, പബ്ലിക് പ്ലേസുകളിൽ, ചർച്ചിനകത്ത്, എവിടെയാണെങ്കിലും തിന്മ ചെയ്യാൻ പാടില്ല, തിന്മ ഫോളോ ചെയ്യാൻ പാടില്ല. നന്മ മാത്രം ചെയ്യും. ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കുക, ഒരു മനുഷ്യനെ ചെയ്യാവുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. തിന്മ ചെയ്യരുത്. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഉയർച്ച പ്രാപിക്കും, വിശാലമാകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. This is the month of unexpected blessings. God bless you.